ഈ അപ്പുവേട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി. തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ. എന്തൊരുറക്കമാ. പോയി കുളിച്ച് റെഡിയാവും. പോകാറായി. നീ കിടന്ന് ബേളം വെക്കാതെ. ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ കാപ്പി കൊണ്ടുവരാം. അലക്ക് കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്കാമിന് പൂട്ടി എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ, നീ എന്ന് പറഞ്ഞാൽ അവക്ക് ജീവനാ. അപ്പച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പോ ഇവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ടാ, അപ്പേട്ടാ, ഓടി തളർന്നുപോയി. നല്ല പുള്ളിയാ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്. എന്താ അപ്പേട്ടാ? നമുക്ക് ഇനിയൊരിക്കൽ പോവാം സിനിമയ്ക്ക്. അപ്പേട്ടൻ എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. നുണ. എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടനെ എനിക്കറിയില്ലേ. ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ അപ്പേട്ടാ. സീതോ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീതോ പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാൻ. സീതോ പോയിക്കോ, ഞാൻ വന്നേക്കാം. പുറത്തേക്ക് പോയിരിക്കുവാ. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ലോ. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ. ആ ബെഞ്ചിൽ ചെന്നിരിക്കെ. അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തും പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചിൽ ചെന്നിരിക്കെ. എന്തുണ്ടൊക്കെ എന്നാലും നീ ചിരിക്കണ്? എന്റെ അപ്പൻ ചത്ത. പിന്നെയും നീ എന്തുണ്ടാ ചിരിക്കണേ? ഒരു വീക്ക് വെച്ചതല്ലോ. എനിക്ക് തോന്നുന്നത് നെയ്യ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിയെന്നാണ്. നെയ്യ് ഇവിടെ നിന്ന് മാറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കൊത്തി നോക്കാം. അല്ല എന്നുവെച്ചപ്പോ ഞാൻ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാ. പക്ഷേങ്കി നിങ്ങൾ ചെന്നൊരു കുണ്ടാമണി ചാടി പോകുന്ന സംഗതി ഇപ്പൊ സംഭവട്ടാ. അല്ല മനസ്സിലാവണ്ടല്ലോ. ഇത് തല്ലിപ്പൊളി ആക്കുക. ഒരു തല്ലിപ്പൊളി ആക്കലും ഇല്ല. നീ ഒന്ന് മാറി തന്നരാ കുരിശേ. ശരി ശരി. അവര് എത്തിയിട്ടില്ല അല്ലേ? എത്തിയാ നിങ്ങൾക്ക് കാണാമല്ലോ. അല്ല എന്നുവെച്ചപ്പോ എനിക്ക് വേലിനോട് ഭയങ്കര ഇഷ്ടണേ. അതുപോലെ എനിക്കും എന്നോടും. നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കണം. എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല. അവരെത്തണ വരെ ഞാനും കൂടി ഉള്ളില് എന്നുവെച്ചപ്പോ അല്ല നമുക്കിരുന്ന് സംസാരിക്കാം അങ്ങനെ പറയണേ. എന്റെ കിളിയൻ പോവുകയും ചെയ്തു. നിങ്ങളുടെ അകത്തേക്കാൻ നടന്നേ. എന്തായി കുഞ്ഞുപാലത്തെ വല്ലതും നടന്നോ? എന്തുകൊണ്ട് നീ എപ്പോഴും തൊലിക്കാൻ വന്നല്ല. അല്ല ആശനപ്പത്തി ഇപ്പൊ തന്നെ ഇത് തങ്കേ തങ്കേ നീ വാ. എന്നിട്ട് പച്ചക്കിരിക്കുന്നു. എന്നുവെച്ചപ്പോ കിട്ടാണ്ട് പോലും കുടിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചോ? ആ ഇങ്ങോട്ട് വാ.
ഇതങ്ങോട്ട് വെക്ക്, എന്നിട്ടൊരു കുപ്പിയും ഒന്ന് ഗ്ലാസ് എടുത്തു. ഹലോ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മളെ പോലും നല്ലടാപ്പ. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല. അപ്പൊ നമ്മളുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമൂടി ഇത്തിരി സാധനം ചോദിച്ചു. അപ്പൊ അവള് പറയണു പറ്റില്ലാന്ന്. അല്ല, അത് ഓരോരുത്തരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒഴിക്കാൻ എടീ, കുഞ്ഞിപ്പാലു എന്ന് വെച്ചാ നമ്മുടെ ആളാ. ഏതാ? നമ്മുടെ സ്വന്തം. അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടെയുള്ള എന്തും കൊടുക്കാം. അടുത്ത തൃശ്ശൂർ പൂരത്തിനെ ഞങ്ങൾ പങ്കുവച്ചോടത്തിന് പോവുക. നമുക്കറിയാവോ? അല്ലേ ഒളിയാ? ആ, നീ അകത്ത് ചെന്ന് ഒരു കുപ്പിടി എടുത്തു. എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയമുണ്ടല്ലോ, പൂരത്തിന്റെ കാര്യം, സംഭവം എടുത്തു. ബിസിനസിന്റെ പരിപാടി ഉണ്ടെന്ന് വെച്ചാ ഇനി വൈകിച്ചാ പറ്റില്ല. വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം. ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ടെന്ന് വെച്ചാ എന്റെ പൊല്ലു പോനെ, പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ. നിനക്ക് വല്ലതും മനസ്സിലാവട്ടാ? തങ്കമ്മ വേണോ? അവളല്ലടാ ബിസിനസിന്റെ ആണി. വേലുവാ, അവള് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലോ പച്ചവെള്ളം പോലും എന്റെ തലയ്ക്ക് കിരികിരിക്ക് ചെയ്ത് പിടിക്കടാ. അല്ല, കുഞ്ഞിപ്പാലത്തെ എന്താ ചോദിച്ചേ? ചവിട്ടി വെച്ചെന്നുണ്ട് ശരി. ആ, താ ഒരു കാര്യം ചെയ്യിച്ചങ്ങാതി, വാറ്റോടനെ തുടങ്ങും. 1000 രൂപയുണ്ട്. ഇതാ പിടിച്ചേ. സംഭവം ഉടനെ തുടങ്ങും. ഇത് പോരാച്ചാ അടുത്ത തവണ ഞാൻ വരുമ്പോ അങ്ങോട്ട് തരാം. അത് പിടിച്ചേ. വാച്ച് പരിപാടി ഉടനെ തുടങ്ങ്. പിന്നൊരു കാര്യം, ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാ. എല്ലാം പറഞ്ഞ പോലെ എന്തുകൊണ്ട് നോക്കിയിരിക്കണ കന്നാൽ ഈ ബിസിനസ് ഒഴിക്കണേ ഒഴിക്കണേ. ആ ഡ്രൈവർ ഉണ്ടല്ലോ, തൃശൂക്കാരൻ. ആര്? കുഞ്ഞിപ്പാലോ? ആ, അയാളൊരു വഷളനാ. ആര് പറഞ്ഞു? അയാൾ വളരെ നല്ല ഒരുത്തനാ. അതെ അതെ. എന്നിട്ട് ആ ആരും ഇല്ലാത്തപ്പം എന്റെ കൂടെ പെരയ്ക്കകത്ത് കയറി ഇരിക്കാമെന്ന് പറഞ്ഞത്. അതിനെന്താ? അയാൾ കയറി ഇരുന്നാലെന്താ കുഴപ്പം? അല്ല, അയാളെ നിന്നെ ഒന്ന് കയറി പിടിച്ചു എന്ന് തന്നെ വെച്ചോ, എന്താ കുഴപ്പം? നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യൻ പറയുന്ന കേട്ടാ തോന്നുന്നു നീ വലിയ ശീലാവതിയാണ്. നാട്ടിൽ വെച്ച അലവലാതി ചെറുക്കിന് കൂടെ കറങ്ങി തിരിഞ്ഞിരുന്ന പാർട്ടിയല്ലോടി നീ. 10-12 വയസ്സായപ്പോ ഈ പണി പെടുത്തല്ലോടി നീ. ഒരു പുണ്യവതി. ദൈവദോഷം പറയല്ലേ? ദൈവദോഷം. എടീ, എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയാ. ഒരു കണക്കിന് നിന്നെ ഞാൻ ഇവിടെ രക്ഷിച്ചോണ്ട് പോകുന്നതാ. അതുകൊണ്ട് നീ ഇപ്പൊ കഞ്ഞി പിടിച്ച് കിടക്കുന്നു. അല്ലേ കാണായിരുന്നു പൂരം. ആ ചെറുക്കൻ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയേനെ. നീ ഇപ്പൊ പെരുവഴി കൂടെ തെണ്ടി നടന്നേനെ. ആ നാല് ചെറുക്കന്റെ ആഗ്രഹം അതായിരുന്നു. വെറുതെ എന്തിനാ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്? അവനെ കുറിച്ച് പറഞ്ഞപ്പം നിനക്കങ്ങ് കൊണ്ടു ഇല്ലടി അവരാതി. തോന്നിയാസം പറയരുത്. പട്ടി, നീ ഇപ്പോഴും അവനെ ഓർത്തോണ്ടിരിക്കുക ഇല്ലടി. നിന്നെ ഞാൻ മര്യാദയ്ക്ക് പറയുന്ന കേട്ട് അടങ്ങുറി കിടന്നോണം. ഇല്ല ചവിട്ടികൾ. ആ, പറഞ്ഞേക്കാം. അപ്പു, എന്റെ അപ്പു. എന്തോ?
അപ്പേട്ടാ അരുതപ്പേട്ടാ. എന്റെ പഴയ അപ്പൂട്ടനെ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെയൊക്കെ ഓടിക്കളിക്കുമ്പോ നമ്മുടെ കൊച്ചുനാളിലെ ഓർമ്മകൾ വരുന്നില്ലേ? ശരിയാ ശ്രീദേവി. അതെ, ഇന്നലെ ഞാൻ ശ്രീദേവിയോട് പെരുമാറിയത് കുറച്ചധികം പറ്റായിപ്പോയി അല്ലേ? ശ്രീദേവിക്ക് അതിനോട് പടക്കമുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അപ്പൂട്ടൻ കാണിക്കുന്നതെന്ന് വിചാരിച്ചു. സാരമില്ല അപ്പൂട്ട, എന്റെ അപ്പൂട്ടനല്ലേ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഇന്നലെ ചേച്ചിയും അപ്പച്ചിയും സംസാരിക്കുകയായിരുന്നു. എനിക്ക് നാണമാവുന്നു പറയാൻ. എന്താ അവര് പറഞ്ഞത്? ഇനി താമസിപ്പിക്കണ്ടെന്ന്. എന്ത്? നമ്മുടെ കല്യാണം. പിന്നെ എന്റെ അപ്പൂട്ടൻ എന്തോ ആകാമല്ലോ. എങ്ങനെയുണ്ട്? നിന്നോട് ആര് പറഞ്ഞു ഷർട്ട് എടുത്തിട്ട്? കൊത്തി കൊത്തി മുറത്തിലായോ കൊത്ത്? അപ്പേട്ടാ